ഓഗസ്റ്റ് 19 ഇന്നലത്തെ ദിവസം ബുധനാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് കാര്യമായ പ്രീ ഷെഡ്യൂൾഡ് ന്യൂസ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഗോൾഡ് വളരെ ഷാർപ്പായിട്ട് മുകളിലേക്ക് ഒരു 3% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആക്ച്വലി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടെക്നിക്കലി മനസ്സിലാവുന്നത് ഗോൾഡ് കയറി അതേ സമയത്ത് തന്നെ ഡോളർ ഫോൾ ആയിട്ടുണ്ട്. വിച്ച് മീൻസ് സംഭവം ഡോളറിൻ്റെ ഒരു ക്രാഷിൻ്റെ സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഗോൾഡിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നടന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഡോളർ ക്രാഷായി? ഇവിടെയാണ് കുറച്ച് ഫണ്ടമെന്റൽ ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് മാക്സ് അക്കാഡമി. എൻ്റെ പേര് സച്ചിൻ ബോസ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗോൾഡിലുണ്ടായ ആ ഒരു സഡൻ സ്പൈക്കിന്റെ റീസൺ എന്താണെന്ന് വ്യക്തമാക്കാനാണ്. ഒരുപാട് മെസ്സേജസും ഒരുപാട് കോൾസും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആരും അത്ര എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ടെക്നിക്കലി എക്സ്പെക്ടേഷൻ നമുക്ക് വെക്കാമായിരുന്നെങ്കിലും ഫണ്ടമെന്റലി എന്തായിരുന്നു റീസൺ? സാധാരണഗതിയിൽ നമുക്ക് പ്രീ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ന്യൂസസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ ഇന്നലത്തെ ദിവസം ആ സമയത്ത്, അല്ലെങ്കിൽ ഇന്നലെ എന്ന് പറയുന്നത് 19-ാം തീയതി, ഓഗസ്റ്റ് 19-ാം തീയതി ഒരു ബുധനാഴ്ചയായിരുന്നു. പ്രീ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ന്യൂസും 6 മണി എന്ന ഇന്ത്യൻ ടൈമിൽ ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും ഗോൾഡ് ഒരു 3% റൈസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മൂവ്മെൻറ്റിന് തുടക്കം 6 മണിക്ക് നമ്മൾ കണ്ടു. ഇതിൻ്റെ റീസൺ എന്തായിരിക്കും? എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് ഓൺ ഇറ്റ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ആദ്യം നമ്മൾ US മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ US എന്ന കൺട്രിയുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ പറ്റി ഒന്ന് നോക്കണം. ഈ 6 മണി എന്ന് പറയുന്ന സമയത്ത് ഒരു ന്യൂസ് പുറത്തു വന്നു. അത് ബോണ്ട് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. US ട്രഷറി അവരുടെ തന്നെ ബോണ്ട്സ് വീണ്ടും 2 ബില്യൺ എന്നതിൽ നിന്ന് 4 ബില്യണിലേക്ക് വീണ്ടും ബൈബാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നൊരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ഒരു ന്യൂസാണ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്പൈക്ക് ഗോൾഡിൽ കണ്ടത്. ഗോൾഡിൽ മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിലും ഇത് അതിൻ്റേതായ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നതിന് ശേഷം സംഭവിച്ചത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഡോളർ ക്രാഷ് ആയിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഗോൾഡ് കയറിയത്. അത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ, ഫണ്ടമെൻ്റലി പറയുകയാണെങ്കിൽ കുറച്ചേറെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം, അപ്പോൾ മനസ്സിലാവും. അതായത് ബോണ്ട് മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ഗവൺമെൻറ് ബോഡീസോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസോ ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ റീസൺ ഇവരെന്തുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ട് റേസിംഗ് മാത്രമാണ്, വെറുതെ അല്ല. അവർ നമുക്ക് റിട്ടേൺ തരും. അപ്പോൾ ബോണ്ടിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ഷോർട്ട് ടേം ബോണ്ട് ഉണ്ടാവും, ലോങ് ടേം ബോണ്ട് ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ബോണ്ട്സ് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗവൺമെൻറ്റ്സ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ US ഗവൺമെൻറ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. എന്തിനാ? ഫണ്ട് റേസ് ചെയ്യാൻ. എസ്പെഷ്യലി ബോണ്ട്സ് എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ സേഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കമ്പയർഡ് ടു അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ബട്ട് അതുപോലെ തന്നെ റിസ്ക് കുറവാകും തോറും റിട്ടേണും കുറവാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇൻവെസ്റ്റേഴ്സിന് പൊതുവേ ഒരു റിസ്കി ഫീൽ ഉണ്ട്. കാരണം അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ $40 ട്രില്യൺ കടമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കടബാധയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സേവിങ്സ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തൊരു സേഫ് അസറ്റായിട്ട് അവിടുത്തെ പബ്ലിക്കോ അല്ലെങ്കിൽ നമ്മളോ കാണുന്നില്ല. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഇപ്പോൾ US സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇത് കാരണം നോർമലി ഉള്ള ഒരു ബോണ്ട് പ്രൈസിനെക്കാട്ടിലും കൂടുതൽ പലിശ അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഗവൺമെൻറ്റിന്. അവരൊരു ഫോഴ്സ് ആവുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് ബോണ്ടാണ് നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ട്രസ്റ്റും കൂടുതൽ റിട്ടേണും കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഇത്തരം ഒരു സിനാരിയോ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 20 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബോണ്ട് പ്രൈസസ് ആണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ അതിന് ഈൽഡ് എന്ന് പറയും, ബോണ്ട് ഈൽഡ് റൈസിങ് എന്ന് പറയും. അപ്പോൾ ഏറ്റവും വലിയൊരു ബോണ്ട് ഈൽഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി US ഗവൺമെൻറ്റിൻ്റെ ഈ ബോറോവിങ് കോസ്റ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ്, ഇങ്ങനൊരു സിറ്റുവേഷൻ നിലവിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്നലെ US ട്രഷറി, സാധാരണഗതിയിൽ US ട്രഷറി 2 ബില്യൺ വെർത്ത് വരുന്ന അല്ലെങ്കിൽ $2 ബില്യൺ വാല്യൂ വരുന്ന ബോണ്ട്സ് ആയിരുന്നു പർച്ചേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് പകരം 4 ബില്യണായിട്ട് അവർ ഉയർത്തിയിരിക്കുകയാണ്. പബ്ലിക്കിന് കൊടുക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ അതേസമയം അവരുടെ തന്നെ രാജ്യത്തിൻ്റെ ട്രഷറി കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബോണ്ട് ഈൽഡിൻ്റെ പ്രൈസ് കുറയും. അപ്പോൾ ബോണ്ട് ഈൽഡിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്, വിച്ച് മീൻസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കിട്ടുന്ന റിട്ടേൺസ് പഴയതിനേക്കാട്ടിലും അപേക്ഷിച്ച് പുതിയത് കുറവാണ്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ റിട്ടേൺ കിട്ടുന്ന ഒരു അത്ര സേഫായിട്ടല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു ചിന്താഗതി ഇൻവെസ്റ്റേഴ്സിന് വരും. ആക്ച്വലി ഈ ഒരു ന്യൂസ് പുറത്തു വന്നപ്പോൾ ഇതേ ഒരു ഫിയറാണ് ബോണ്ട് മാർക്കറ്റിലുണ്ടായത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ സമയത്ത് അവിടെ നിന്ന് ഫണ്ട് ഔട്ട്ഫ്ലോ സംഭവിച്ചു, അല്ലെങ്കിൽ ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടായി. ബോണ്ട് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് വന്നു. അതേസമയം ഗോൾഡ്, സിൽവർ, അതേപോലെ പ്രഷ്യസ് മെറ്റൽസിലേക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായി. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ ആ സമയത്ത് ഇവിടെ കണ്ടത്.
ഗോൾഡിൽ കണ്ടത്. ഗോൾഡിൽ കാണുന്നതിൻ്റെ റീസൺ, ഫസ്റ്റ് റീസൺ, ആ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിൻ്റെ റീസൺ ഡോളറിൻ്റെ ക്രാഷാണ്. അതായത് ഡോളർ ആ സമയത്ത് കുറഞ്ഞിട്ടുണ്ട്, ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ഈ പറഞ്ഞ ബോണ്ട് ഈൽഡും ഡോളറിൻ്റെ പ്രൈസും തമ്മിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ബോണ്ട് ഈൽഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ വാല്യൂ കൂടും, ബോണ്ട് ഈൽഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിൻ്റെ വാല്യൂ കുറയും. ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. US ബോണ്ട് ഈൽഡ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പൈസ അവരിലേക്ക് അവരുടെ രാജ്യത്തിലേക്ക് വരികയാണ്, പുറത്തു നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും. അപ്പോൾ കൂടുതൽ ഫണ്ട് അവരുടെ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഡോളറിൻ്റെ വാല്യൂ കൂടത്തതേ ഉള്ളൂ. അപ്പോൾ ബോണ്ട് ഈൽഡ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഡോളറിൻ്റെ വാല്യൂ കുറയും. അങ്ങനെ ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞപ്പോൾ ഗോൾഡിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈസ് ആണ് ചെയ്തത്. അതും അങ്ങനെയും ഗോൾഡിന് ഒരു ബുള്ളിഷ്നെസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ അല്ലാതെ ഫണ്ട് ഇൻഫ്ലോ വന്നിട്ടും ഗോൾഡിന് ഒരു ബുള്ളിഷ്നെസ് വരും, തീർച്ചയായിട്ടും വരും. ആ ഒരു ചേഞ്ചാണ്, ക്വിക്ക് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്നലെ ആ ഒരു 6 മണി മുതൽ മുൻപോട്ടേക്ക് കണ്ടത്. ഏകദേശം 3-3.5% ഗോൾഡ് 6 മണി എന്ന ആ ഒരു സമയത്ത് മാർക്ക് ചെയ്ത ലെവലിൽ നിന്ന് പ്രൈസ് ഉയർന്നിരുന്നു. ഓക്കെ, പക്ഷേ ഇതാരും അത്ര എക്സ്പെക്ട് ചെയ്തൊരു ന്യൂസിൻ്റെ ബേസിലാണ് സംഭവിച്ചത്. ബട്ട് ടെക്നിക്കലി നമുക്ക് പല റീസൺസും ഐഡൻറ്റിഫൈ ചെയ്ത എൻട്രി ഒക്കെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ടെക്നിക്കലി അല്ല, ഇതിനെല്ലാത്തിനും ഒരു ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റും ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് ഷെയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല ഫാക്ടേഴ്സും ഇനിയും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇനി മുന്നോട്ടേക്ക് വരുന്ന മാർക്കറ്റ് സിനിമകൾ നമ്മൾ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോജിക്സ് കണക്ട് ചെയ്ത് ഇത് മൂലം ഉണ്ടാവുന്ന മറ്റ് ചേഞ്ചസ് ഇനി ഭാവിയിൽ എന്തൊക്കെയായിരിക്കും വരാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ലോജിക്കൽ തോട്ട് പ്രോസസ്സിൽ എന്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നു അത് മാക്സിമം ഗ്രാബ് ചെയ്ത് ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം ബോണ്ട് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഫണ്ട് ഈ പറഞ്ഞ ഗോൾഡോ അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽസിലേക്കോ മാത്രമല്ല പോവുക, തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഉള്ള മറ്റ് പല രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഈ ഫണ്ട്സ് വരും. അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബുൾ റൺ കാണാനും അല്ലെങ്കിൽ ക്രിപ്റ്റോയിലാണെങ്കിൽ ഒരു ബുൾ റൺ കാണാനും ഉള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത്തരം ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ. സോ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്തത്. ഒരുപാട് കോൾസും മെസ്സേജസും വരുന്നുണ്ടായിരുന്നു. സോ ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.